എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട മൈക്രോസോഫ്റ്റ് വേർഡിലെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഓഫീസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സാണ്. അപ്പോൾ ആരും ഇന്നത്തെ ക്ലാസ് നമ്മളുടെ മിസ്സാക്കണ്ട. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നു, ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പുതുതായിട്ട് അറിയില്ല നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. നമ്മുടെ വീഡിയോസൊക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ടിപ്സും ട്രിക്സും ആണ്. അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിള് ആഡ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഓൾറെഡി നമ്മൾ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയിം ഉണ്ട്, സബ്ജക്റ്റിന്റെ പേരുണ്ട്, മറ്റൊരു സബ്ജക്റ്റിന്റെ പേരുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് ആദ്യം ഒരു കോളം വേണമായിരുന്നു, സീരിയൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സീരിയൽ നമ്പർ കൊടുക്കാൻ മറന്നുപോയി. അപ്പൊ നമ്മൾ ഇനി ഈ ടേബിൾ മൊത്തം കളഞ്ഞിട്ട് സീരിയൽ നമ്പർ ആഡ് ചെയ്തിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു എക്സിസ്റ്റിംഗ് ടേബിളിൽ തന്നെ സീരിയൽ നമ്പർ പുതിയതായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് നമുക്ക് പുതിയ ഒരു കോളം ഇതിന്റെ തൊട്ടിപ്പുറത്ത് വേണം. ഈ നെയിം എന്ന് പറയുന്ന കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പുതിയ ഒരു കോളം വേണം. കോളത്തിന്റെ പേരാണ് സീരിയൽ നമ്പർ. അപ്പം എന്നിട്ട് അതിൽ നമുക്ക് സീരിയൽ നമ്പർ കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പുതിയ ഒരു കോളം നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇവിടെ നെയിം എന്ന് പറഞ്ഞ ഒരു കോളമുണ്ട്, അതിനകത്ത് കുറച്ചു പേരുടെ നെയിമും ഉണ്ട്. അപ്പൊ അതിനകത്ത് കാണുന്ന ഏതെങ്കിലും ഒരു സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെൽ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന ചെറിയ ബോക്സ്. അപ്പൊ ഇവിടെ 2, 3, 4, 5 സെല്ല് നമുക്ക് കാണാം. അപ്പൊ ഇതില് ഏതെങ്കിലും ഒരു സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നെയിം എന്ന് പറയുന്ന ഈ ഒരു കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആദ്യം ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല, രണ്ടാമത് ഒന്നുകൂടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് കുറേ ഓപ്ഷൻസ് കാണാം. അപ്പൊ ഇതില് നമുക്ക് വേണ്ട ഓപ്ഷൻസ് എന്ന് പറഞ്ഞാല് ഓരോന്നും വായിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് പുതിയ ഒരു കോളമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. സോ ഇതിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിന്റെ മുകളിലോട്ട് മൗസ് ഒന്നുകൊണ്ട് ചുമ്മാ ഒന്ന് വെക്കുക. നമ്മൾ മൗസ് അതിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിൽ ഇൻസേർട്ട് എന്ന് പറയുന്നതിൽ ഒളിഞ്ഞിരിക്കുന്ന നിരവധി ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളോട് ചോദിക്കുവാണ് നമുക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ്, ഇൻസേർട്ട് കോളം ടു ദ റൈറ്റ്, ഇൻസേർട്ട് റോ എബോ, ഇൻസേർട്ട് റോ ബിലോ, ഇൻസേർട്ട് സെല്ല്. അപ്പൊ ഈ താഴോട്ടുള്ള കാര്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻസേർട്ട് റോ അല്ല, കാരണം നമുക്ക് റോ അല്ല വേണ്ടത്, നമുക്ക് കോളമാണ്. സോ ഈ റോ എന്ന് പറയുന്ന കാര്യവും സെൽ എന്ന് പറയുന്ന കാര്യവും നമ്മൾ നോക്കേണ്ടത്, കാരണം നമുക്ക് അതല്ല ആവശ്യം. അപ്പൊ മുകളിലത്തെ 2 ഓപ്ഷൻ ആണ് നമുക്ക് വേണ്ടത്. അതിൽ ഏതോ ഒരു ഓപ്ഷൻ, ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇൻസേർട്ട് കോളം ടു ദി റൈറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ നെയിം എന്ന് പറയുന്ന കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വേണ്ടത്. സോ നമ്മൾ ഇതിൽ നിന്നും ചൂസ് ചെയ്യേണ്ടത് ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇത്രയും നീളമുണ്ട്, ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെച്ചാൽ മതി, അല്ലാതെ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല. ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുതിയ ഒരു കോളം നെയിം എന്ന് പറയുന്ന കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോളം പുതിയതായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എവിടാണോ കോളം വേണ്ടത് അതിന്റെ തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന കോളത്തിനകത്ത് ഏതെങ്കിലും വാല്യൂസ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ മറ്റൊരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ ഇവിടെ നെയിം എന്ന് പറയുന്ന കോളം ഉണ്ട്, ഇവിടെ മലയാളം എന്ന് പറയുന്ന മറ്റൊരു കോളം ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് നമുക്കൊരു പുതിയ കോളം വേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നുകിൽ നെയിം എന്ന് പറയുന്ന കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഇതിലെ ഇൻസേർട്ട് എടുക്കാം. ഇൻസേർട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ് ആണോ ഇൻസേർട്ട് കോളം ടു ദി റൈറ്റ് ആണോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്കറിയാം നമുക്ക് കോളം വേണ്ടത് റൈറ്റ് ആണ്. സോ ഇൻസേർട്ട് കോളം ടു ദ റൈറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിരിക്കുന്ന കോളത്തിന്റെ റൈറ്റ് സൈഡിൽ പുതിയൊരു കോളം വരും.
ഇനി ആ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഇപ്പുറത്ത് മലയാളം എന്ന് പറയുന്ന ഈ ഒരു കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ ഇൻസേർട്ട് എടുക്കുക. ഇൻസേർട്ട് എടുത്തപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കോളം ടു ദ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ. ഇപ്പൊ നമുക്ക് വേണ്ടത് കോളം ടു ദ ലെഫ്റ്റ് ആണ്, അതായത് മലയാളം എന്ന് പറയുന്ന കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വേണ്ടത്. സോ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ പുതിയൊരു കോളം വരും. അപ്പൊ ഇതിനകത്ത് ഏത് കോളം സെലക്ട് ചെയ്താലും നമുക്ക് പുതിയ കോളം ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് നോക്കിയിട്ട് ചെയ്യുക, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നെയിം എന്ന് പറയുന്ന കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്തു. ഇനി അതിന് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണം. നെയിം അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പോലെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ ടൈറ്റിൽ നമുക്ക് കൊടുക്കണം. അപ്പൊ ടൈറ്റിൽ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ഫസ്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള ഈ ഒരു സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് അതിലോട്ട് കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ ടച്ച് പാഡ് ഇങ്ങനെ മൂവ് ചെയ്ത് അതിലോട്ട് വെക്കുക. എന്നിട്ട് ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക. മൗസ് ആണെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ സീരിയൽ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് താഴോട്ടുള്ള ഈ ഒരു സെല്ലുകളിലെല്ലാം നമുക്ക് സീരിയൽ നമ്പർ വേണം. ഓൾറെഡി 4 പേരുടെ പേരുണ്ട്, അപ്പൊ 4 സീരിയൽ നമ്പർ നമുക്ക് വേണം. അപ്പൊ ഇനി സീരിയൽ നമ്പർ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം താഴോട്ടുള്ള സീരിയൽ നമ്പർ വേണ്ട അത്രയും സെല്ലിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ലിലോട്ടൊന്ന് മൗസ് കൊണ്ടുവെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ അവിടെ കാണാനായിട്ട് സാധിക്കും. കർസർ എന്ന് പറഞ്ഞാല് ഒരു വര ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നതായിട്ട് കാണാം, അതാണ് കർസർ. അപ്പൊ ഈ കർസർ ഇരിക്കുന്നിടത്തായിരിക്കും മൗസ് ഉള്ളത്. അപ്പൊ കർസർ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം മൗസ് അവിടോട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, കൈയെടുക്കാൻ പാടില്ല. എന്നിട്ട് മൗസ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ താഴോട്ടൊന്ന് ആക്കുക. അപ്പൊ നമ്മൾ താഴോട്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം താഴത്തെ 2ാമത്തെ സെല്ലും സെലക്ട് ആയി. ഇനി വീണ്ടും മൗസ് താഴോട്ടാക്കുമ്പോൾ 3ാമത്തെ സെല്ലും സെലക്ട് ആയി, വീണ്ടും താഴോട്ടാക്കുമ്പോൾ 4ാമത്തെ സെല്ലും സെലക്ട് ആയി. അങ്ങനെ താഴോട്ടുള്ള അത്രയും സെല്ലും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. നമ്മൾ കൈയെടുത്ത് കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല. നമുക്ക് സെലക്ട് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് തന്നെ മനസ്സിലാകും. കാരണം ക്ലിക്ക് ചെയ്തു ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് ഓരോന്നും സെലക്ട് ആകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഐഡിയ മനസ്സിലാകും. അപ്പൊ താഴോട്ടുള്ള സെല്ല് അത്രയും സെലക്ട് ചെയ്തതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. നമ്മൾ കൈയെടുത്ത് കഴിയുമ്പോൾ ആ സെലക്ഷൻ പോകത്തൊന്നുമില്ല, അതങ്ങനെ അവിടെ കണ്ടോളും. അപ്പൊ നമ്മൾ സീരിയൽ നമ്പർ വേണ്ട അത്രയും സെല്ല് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നേരെ ഹോം എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക. അതായത് ഈ പേജ് നമ്പർ ആണെങ്കിലും മറ്റ് നിരവധി ഓപ്ഷൻസ്, നമുക്ക് വളരെ പ്രധാനപ്പെട്ട നിരവധി ഓപ്ഷൻസ് എല്ലാം ഇരിക്കുന്നത് ഈ ഒരു ഹോം എന്ന് പറയുന്ന ടാബിലാണ്. അപ്പൊ ഈ ഹോം എന്ന് പറയുന്ന ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഓപ്ഷൻ കാണാൻ വേണ്ടി നമ്മൾ ഹോം എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ചെയ്യേണ്ട കാര്യം ഹോം എന്ന് പറയുന്ന ഈ ഒരു ടാബിന്റെ HOME, അപ്പൊ ആ ഒരു ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. ഒന്നെങ്കിൽ എച്ചിന്റെ അവിടെ വെക്കുക, അല്ലെങ്കിൽ ഓയുടെ അവിടെ വെക്കുക, അല്ലെങ്കിൽ M, അല്ലെങ്കിൽ E, നമ്മുടെ ഇഷ്ടമാണ്. ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് പോയിന്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹോം ടാബ് ഓപ്പൺ ആയി വരും. ഇനി അതില് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പ് കാണാം. ക്ലിപ്പ് ബോർഡ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്. അപ്പൊ ഇതില് നമുക്ക് പേജ് നമ്പർ അല്ല സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ നമ്പറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇരിക്കുന്നത് പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. അപ്പൊ നമ്മൾ പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നോക്കി, പക്ഷെ അവിടെ പേജ് നമ്പർ എന്നൊന്നും പറയുന്ന ഒരു ഓപ്ഷനും എഴുതി വെച്ചിട്ടില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പേര് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ മൗസ് ഓരോന്നിന്റെ മുകളിലോട്ടും കൊണ്ടുവെക്കുമ്പോൾ അതിന്റെ പേര് അവിടെ കാണിക്കും. സോ ഫസ്റ്റ് വൺ ബുള്ളറ്റ്സ് ആണ്, അതല്ല വേണ്ടത്. 2ാമത്തതിലോട്ട് വെച്ചപ്പോൾ അതിന്റെ പേര് കാണിച്ചു നമ്പറിങ്. അപ്പൊ നമ്പറിങ് എന്ന് പറയുന്നത് പാരഗ്രാഫ് എന്ന് പറയുന്ന ടാബില് ഈ മുകളിൽ കാണുന്ന 2ാമത്തെ ഓപ്ഷനാണ്. ഇനി നമ്പർ വരാനായിട്ട് ചെയ്യേണ്ട കാര്യം നമ്പറിങ് എന്ന് പറയുന്ന ഓപ്ഷന്റെ സൈഡിൽ ഒരു താഴോട്ടൊരു ആരോ കാണാം. അതിന്റെ പേര് ഡ്രോപ്പ് ഡൗൺ ആരോ എന്നാണ്. ദാറ്റ് മീൻസ് അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ്, നമ്പറിങ്ങിന്റെ ഒരുപാട് ഓപ്ഷൻസ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഓപ്ഷൻസ് കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു താഴോട്ടുള്ള ആരോ, ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് അതിലോട്ട് വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് നമ്പറിങ്ങിന്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് നമ്പറിംഗ് ആണോ നമുക്ക് വേണ്ടത് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവെക്കുമ്പോൾ തന്നെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാം. അതായത് ആ ഒരു നമ്പറിങ് ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒരു ലൈവ് പ്രിവ്യൂ നമ്മുടെ ടേബിളിൽ സീരിയൽ നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പറിങ് ഏതാണോ ആ നമ്പറിങ് ചൂസ് ചെയ്യാനായിട്ട് അതിലോട്ട് മൗസ് വെക്കുക. അപ്പൊ വലിയൊരു പടമാണ് ഈ കാണുന്ന നമ്പറിങ്ങിന്റെ. അപ്പൊ അതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്പറിങ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്പറിങ് നമ്മൾ കൊടുക്കുന്നത്. പറയാനായിട്ട് പോകുന്നത്, നമ്മൾ ഓൾറെഡി നമ്പർ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡാറ്റ നമുക്ക് വേണ്ട, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പൊ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്പറിങ് അപ്ഡേറ്റ് ആകുമോ ഇല്ലയോ എന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 4 ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പൊ അതിനകത്തെ ഒരു 2 ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. അപ്പൊ ഈ 2ഉം 3ഉം ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്പറിങ് അപ്ഡേറ്റ് ആകുമോ ഇല്ലയോ എന്ന് കൂടെ നോക്കാം. അപ്പൊ ഇനി നമുക്ക് വേണ്ടാത്ത ഈ ഒരു റോ ഡിലീറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഒരെണ്ണമാണ് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതെങ്കിൽ ആ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട റോയുടെ ഏതെങ്കിലും ഒരു സെൽ ഒന്ന് സെലക്ട് ചെയ്യുക. ഈ 2ാമത്തെ റോ മാത്രമാണ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതെങ്കിൽ അപ്പൊ ഈ 2 എന്നുള്ള ഈ കാണുന്ന റോയിലെ ഏതെങ്കിലും ഒരു സെൽ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡിലീറ്റ് സെൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഡിലീറ്റ് എന്ന് പറയുന്ന സെല്ല് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഷിഫ്റ്റ് സെൽ ലെഫ്റ്റ്, ഷിഫ്റ്റ് സെൽ അപ്പ്, ഡിലീറ്റ് എൻറ്റയർ റോ, ഡിലീറ്റ് എൻറ്റയർ കോളം. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു റോ മൊത്തം ഡിലീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു കോളം മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണോ. അപ്പൊ നമുക്ക് ആ ഒരു റോയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ എൻറ്റയർ റോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻറ്റയർ റോ എന്നുള്ളതിലോട്ട് മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ആ ഒരു റോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. പക്ഷെ ഡിലീറ്റ് ആയെങ്കിലും ബാക്കിയുള്ള നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ബാക്കിയുള്ള നമ്പേഴ്സ് ഓൾറെഡി അത് ഓട്ടോമാറ്റിക് ആയിട്ടും അങ്ങ് അപ്ഡേറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ റോസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യണം. ഇങ്ങനെ 2ഉം 3ഉം ആണ് നമുക്ക് കളയേണ്ടതെങ്കിൽ ഈ 2 എന്നുള്ള സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് 3ലോട്ട് വരിക. എന്നിട്ട് റൈറ്റിലോട്ട് ഇങ്ങനെ അവസാനത്തെ വാല്യൂ വരെ മൗസ് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോവുക. അപ്പൊ ഇങ്ങനെ ആ ഒരു വാല്യൂ മൊത്തം സെലക്ട് ആയി കഴിഞ്ഞ് മൗസിൽ നിന്ന് കൈയെടുക്കുക. എന്നിട്ട് ഈ സെലക്ട് ചെയ്തിരിക്കുന്നതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ഡിലീറ്റ് സെൽ എടുക്കുക. അപ്പൊ ഡിലീറ്റ് സെൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ കണ്ട പോലെ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ ഇതിലെ ഡിലീറ്റ് എൻറ്റയർ റോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡിലീറ്റ് എൻറ്റയർ റോ എന്നതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ആ 2 റോയും ഡിലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള നമ്പർ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതും പുതിയ റോ ആഡ് ചെയ്യുന്നതും അതിൽ സീരിയൽ നമ്പർ ആഡ് ചെയ്യുന്നതും ഡിലീറ്റ് റോ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, നമ്മൾ കുറച്ച് കാര്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഒക്കെ ആക്കുന്നതെന്നുള്ള ഒരു ട്രിക്കാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് ആ ഒരു ക്യാപിറ്റൽ ലെറ്റർ ആക്കേണ്ട അത്രയും കാര്യത്തിനെ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പൊ താഴോട്ടുള്ള എല്ലാ ലൈൻസും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. ഇനി പറയാനായിട്ട് പോകുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആക്കാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്, എളുപ്പ വഴിയാണ്. കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അതുപോലെ തന്നെ F3 എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, ഷിഫ്റ്റും F3. അപ്പൊ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണം, അടുത്ത ഫിംഗർ കൊണ്ട് F3യും പ്രസ് ചെയ്യണം. അപ്പൊ ഒരേ സമയത്ത് ഈ 2 കീയും പ്രസ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഷിഫ്റ്റും F3യും ഒരേപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ സെലക്ട് ചെയ്ത അത്രയും കാര്യം ഒറ്റയടിക്ക് തന്നെ ക്യാപിറ്റൽ ലെറ്ററിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റുന്നത്. നമ്മളൊരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്തു, പക്ഷെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്കത് ഫുള്ള് ക്യാപിറ്റലിൽ വേണമായിരുന്നു എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പം സിമ്പിൾ ആയിട്ട് തന്നെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്കതിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റാം. അപ്പൊ ഇനി ക്യാപിറ്റൽ ലെറ്റർ ആക്കി, പക്ഷെ ഇതിനെ നമുക്ക് വീണ്ടും സ്മോൾ ലെറ്റർ ആക്കണം. എല്ലാം സ്മോൾ ലെറ്റർ ആക്കണമെങ്കിലും ഈ സെയിം പ്രൊസീജിയർ ചെയ്യുക. സ്മോൾ ലെറ്റർ ആക്കേണ്ട അത്രയും കാര്യത്തിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റും F3യും കൂടെ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യവും സ്മോൾ ലെറ്റർ ആയി മാറും.
ഇനി ഒരു തവണ കൂടെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് F3 പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ ഓരോ സെന്റൻസിന്റെയും ആദ്യത്തെ ആൽഫബറ്റ് മാത്രം ക്യാപിറ്റൽ ലെറ്ററിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ 3 തവണ നമുക്കിങ്ങനെ. അപ്പൊ ഒരു കാര്യം കൂടെ പറയുക, നമ്മൾ നേരിട്ട് പോയി ഷിഫ്റ്റ് F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യവും നടക്കത്തില്ല. കാരണം സിസ്റ്റത്തിന് അറിയത്തില്ല ഏത് കാര്യത്തിനെയാണ് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റേണ്ടതെന്ന്. അപ്പൊ ഏതിനെയാണോ മാറ്റേണ്ടത് നമ്മൾ അതിനെ സെലക്ട് ചെയ്ത് പറയണം, ഇതിനെയാണ് എനിക്ക് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റേണ്ടത്. അപ്പൊ ഇത്രയും കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അതായത് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ ഡോക്യുമെന്റിലുള്ള എല്ലാ കാര്യവും ഒറ്റയടിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ കീബോർഡിലെ കൺട്രോൾ കീ CTRL എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, അതുപോലെ ആൽഫബറ്റ് A, കൺട്രോളും എയും കൂടെ ഒരേ സമയം പ്രസ് ആയാൽ നമ്മുടെ ഡോക്യുമെന്റിൽ എത്ര ഒരു 100 പേജ് ഉണ്ടെങ്കിൽ ആ 100 പേജും ഒറ്റയടിക്ക് തന്നെ സെലക്ട് ആകും. അപ്പൊ ആ പ്രൊസീജിയർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് F3 ഒരു തവണ പ്രസ് ചെയ്യുമ്പം സെലക്ട് ചെയ്ത അത്രയും കാര്യവും ഒറ്റയടിക്ക് ക്യാപിറ്റൽ ആകും. ഇനി ഷിഫ്റ്റ് F3 അടുത്ത തവണ രണ്ടാമത്തെ തവണ പ്രസ് ചെയ്യുമ്പോൾ അത് സ്മോൾ ലെറ്ററായി മാറും. ഷിഫ്റ്റ് F3 വീണ്ടും മൂന്നാമത്തെ തവണ പ്രസ് ചെയ്യുമ്പോൾ ഓരോ സെന്റൻസിലെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായി മാറും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ടേബിളിന്റെ കാര്യം പഠിച്ചു, അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ക്യാപിറ്റൽ സ്മോൾ ലെറ്ററും ഒക്കെ ആക്കുന്നതും പഠിച്ചു. ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, എളുപ്പമായോ എന്നൊക്കെ ഒന്ന് ചെയ്ത് എല്ലാവരും ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞ ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയി, അതിലുപരി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ സിസ്റ്റം ഒക്കെ ഉള്ളവർ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ, നിങ്ങൾക്കത് എളുപ്പമായോ എന്ന് കൂടെ പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.